പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ശുശ്രൂഷയെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് സേവർക്കാൻ വട്ടായലച്ചൻ തുടങ്ങി വെച്ച അഭിഷേക അഗ്നി, ആ അച്ഛൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ട ബിനോയ് അച്ഛൻ, സോജി ഓലിക്കലച്ഛൻ, അതുപോലെ ആൻ്റണി അച്ഛൻ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബെനിറ്റാമ, ഇവരുടെ എല്ലാം പ്രാർത്ഥനകളും ഇതിനോടൊപ്പം ഉണ്ട്. അതുപോലെ ധാരാളം ശുശ്രൂഷകർ, അതുപോലെ പേര് പോലും അറിയാത്ത പല രാജ്യങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾ, ഇവിടെ എല്ലാ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ ഇന്ന് നിങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അനുഗ്രഹം നൽകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അനേകരുടെ പ്രാർത്ഥനയും ത്യാഗവുമാണ്. ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, അതുപോലെ അവർ എടുക്കുന്ന ഓരോ ചെറിയ ചെറിയ ഉപേക്ഷകൾ, അല്ലെങ്കിൽ ത്യാഗപ്രവർത്തികൾ, പരിത്യാഗ പ്രവർത്തികളൊക്കെയാണ്. നമുക്കെല്ലാവരെയും ഓർക്കാം. എല്ലാവരും ഈ ശുശ്രൂഷ പങ്കുചേരുന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ കുറച്ച് സമയം ആരാധിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയുടെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നമുക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഒരു അഭിഷേകം ഈ ഗാന ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥിക്കാനൊരു പ്രചോദനമാകണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളും മുതിർന്നവരും രോഗികളായിട്ടുള്ളവർ എഴുന്നേക്കാൻ പറ്റുന്നത് എഴുന്നേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നു കൊണ്ടോ കിടക്കയിൽ കിടന്നുകൊണ്ടോ പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ശക്തിയോടെ കരങ്ങളടിച്ച്. ആദിചൈതന്യമേ, ആത്മചൈതന്യമേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ, നിറയണമേ, ഒന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസൻ, നിറയണമേ, ഒന്നു നിറയണമേ. ഹല്ലേലൂയ പാടുമിദാസരിൽ. ഓ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കൾ രോഗികളായിട്ടുള്ളവരുണ്ട്. പല വിധത്തിൽ ക്ലേശത്തിലൂടെ കടന്നു പോകുന്നവർ, തകർന്ന മനസ്സുമായി ഇന്ന് ചങ്കുപൊട്ടുന്ന വേദനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ഈശോ ഈ രാത്രി തൊടും. അവിടുത്തെ പരിശുദ്ധാത്മാവായിരിക്കും. നിങ്ങൾ എത്രമാത്രം പ്രതിസന്ധിയിലാണോ കർത്താവിനോട് പ്രാർത്ഥിക്കണം മക്കളെ. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരുണയുള്ള കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്നു. ശൂന്യമാമൻ ജീവിതത്തിനൊരൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ പരിശുദ്ധാത്മാവേ. ശൂന്യമാമൻ ജീവിതത്തിനൊരൂപമേകുവാൻ ദൈവസ്നേഹമായി നീ വരണേ
പരിശുദ്ധാത്മാവേ തരിശു നിലമാം ഹൃദയത്തിൽ കുളിർത്തന്നലായി വരണേ. ജീവജലമായി നീ നിറയൂ പരിശുദ്ധാത്മാവേ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞവനെ. ആദ്യ നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത നാളിൽ അഭിഷേകമാരി ചൊരിഞ്ഞു. നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ പാടുവിദാസരിൽ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ 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 ശക്തമായ അഭിഷേകം നിറയട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിന് സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അത്ഭുത ശക്തി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓരോരുത്തരെയും തൊട്ട് അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെടണം. ഇന്ന് ഞങ്ങൾക്ക് ഒരു വിടുതലിൻ്റെ രാത്രിയായി മാറണം. ഇന്ന് ഞങ്ങൾക്ക് ഒരു വിടുതലിൻ്റെ ദിവസമായി മാറണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. എല്ലാ ബാലിക ബാലന്മാർ, യുവതീവാക്കന്മാർ, കൈക്കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, രോഗികൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കട്ടെ. ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായി കസാരകളിൽ ഇരിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ നന്നായിട്ട് വചനം കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് സ്വസ്ഥമായി മറ്റെല്ലാ പ്രവർത്തികളും മാറ്റിവെച്ച് കുറച്ച് സമയം വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ ഹല്ലേലൂയ. വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹം നമുക്ക് ഒരാളുടെ ജോർജ് എന്ന് പറഞ്ഞ ചേട്ടൻ കോയമ്പത്തൂരിൽ നിന്നാണ്. ആ ചേട്ടന് കിട്ടിയ ഒരു അനുഗ്രഹം ഇപ്പം നമുക്ക് സാക്ഷ്യപ്പെടുത്തും. നമുക്ക് ശ്രദ്ധിക്കാം. ജോർജ്, ഞാൻ കോയമ്പത്തൂർ രാമനാഥപുരം രൂപത കാരമട ഗുഡ് ഷെപ്പേർഡ് ഇടവക എന്നിവരുമാണ്. ഞാൻ 2020 ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിനെ പറ്റി ഇവിടെ സാക്ഷി പറയാനാണ്. 2020 മെയ് മാസത്തിൽ എൻ്റെ മൂത്ത മോളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ അവർ ഡിസംബറിൽ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് നോക്കുമ്പം എൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടി തകർന്ന് ഒരു വഴിയില്ലാതിരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങൾ എപ്പോഴും ഞായറാഴ്ച അഭിഷേകനെ കണ്ട് കുടുംബത്തോടെ ഞങ്ങൾ കരം കോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും ഞങ്ങളത് എല്ലാ ഞായറാഴ്ച ഞങ്ങൾ അഭിഷേകനെ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ സമയം അടുത്തടുത്ത് വരാറായി, ഒരു വഴിയും കാണുന്നില്ല. ബിസിനസ് തകർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ, ഒരു സ്ഥലത്തുനിന്ന് സഹായമില്ല. അപ്പോൾ എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് അഭിഷേകാഗ്നി കണ്ടവർ അപ്പനും അല്ലെങ്കിൽ ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ഒരു വഴിയില്ല. അപ്പോൾ ഏകദേശം ഒക്ടോബർ മാസമായി. ഞങ്ങൾ നോക്കിയിട്ട് വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റ് കുടുംബം മൊത്തം പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എവിടുന്നും ഞങ്ങൾക്ക് ഒരു ആശ്രയമില്ല. ആ സമയത്ത് എന്ത് ചെയ്യാമെന്നറിയാതെ ഞാനും എൻ്റെ ചെറിയ മോളും ഞങ്ങൾ ഒരു ലിസ്റ്റ് റെഡിയാക്കുവാണ്. നമ്മൾ ആരുടെ അടുത്തൊക്കെ പോയി നമുക്ക് ഈ കടം മേടിക്കാം, എത്ര മേടിച്ചാൽ നമുക്ക് ഈ കല്യാണം നടത്താം, ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഭയങ്കര പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളായിട്ട് ഞങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് ദിവസം അടുത്ത് വരുന്നു, പൈസ ഒന്നുമില്ല. അപ്പോൾ അവർ കടം മേടിക്കാൻ ആളുകളെ നോക്കുകയാണ്. അപ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. എന്ന് പറഞ്ഞ്
ഏകദേശം ഒരു 20 പേര് ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു. പക്ഷെ സമയം അടുത്ത് വരുമ്പം പെട്ടെന്ന് ദൈവം ഒരിത് പറഞ്ഞ്, എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട്, പുള്ളിയായിട്ട് ഞാൻ അതിന് മുമ്പ് വേറെ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ സംസാരിക്കാതെയും വിളിക്കാതെ ഇരിക്കുമായിരുന്നു. ദൈവം തോന്നിപ്പിച്ച് പെട്ടെന്ന് ഒരു ദിവസം ആളെ വിളിച്ച് ഇതുപോലെ പറഞ്ഞ്, മോളുടെ കല്യാണം അടുത്ത് വരുവാണ്, കടനായിട്ടല്ല, എന്തെങ്കിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കണേ എങ്ങനെയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആൾ എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നു. ഇതുപോലെ ഞാൻ ആക്ച്വലി ഒരു ആർട്ടിക്കൾച്ചർ കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ഈ ഡേറ്റ് പാംസ് പ്ലാന്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ്, ഇതുപോലെ തായ്ലാൻഡിലേക്ക് ഒരു ഓർഡറുണ്ട്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, ഞാൻ ആ ഓർഡർ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അതിന് ആദ്യം ഒരു ട്രയൽ ബേസിസ് നോക്കാൻ പറഞ്ഞ് അതിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് സാമ്പിളൊക്കെ അപ്രൂവലായി. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ കല്യാണത്തിൻ്റെ മൊത്ത ചിലവും ആ ഒരു ഓർഡറിൽ എനിക്ക് കിട്ടി. ഒരു പൈസ എപ്പോഴും എവിടെ നിന്നും ഞങ്ങൾ കടം മേടിക്കാതെ ആ ബിസിനസ് അത് ചെയ്തു. ആ ഒരൊറ്റ ബിസിനസ്സിലൂടെ കല്യാണത്തിലുള്ള ചിലവ് മറ്റെല്ലാ കാര്യങ്ങളും വീടാൻ തക്ക വിധത്തിൽ കർത്താവ് അഭിഷേകാഗ്നി കണ്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുടുംബം മുഴുവൻ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു 5 പൈസ കടം വാങ്ങിയ കർത്താവ് അനുവദിച്ചില്ല. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. കുരിശിൻ്റെ വഴിയും അല്ലേ, 3 മണിക്ക് കുരിശിൻ്റെ വഴി എന്താ കരുണക്കൊന്തയില്ലേ അല്ലേ, കുരിശിൻ്റെ വഴിയും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും എല്ലാ ചിലവും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണ ചിലവെല്ലാം കഴിഞ്ഞ് ബാലൻസ്. ആ ബിസിനസ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയോ? അത് ഒരു ഓർഡറായിരുന്നു, പക്ഷെ അതൊരു വലിയ ഓർഡറായിരുന്നു വെച്ചാൽ, അതായത് അത്ര വലിയ ലാഭം ഉണ്ടായിരുന്നു അതിൽ, പ്രതീക്ഷിക്കാതെ. രക്ഷപ്പെടാനുള്ള ഒരു വഴി ആ ഒറ്റ ബിസിനസ്സിലൂടെ കർത്താവ് കൊടുത്തു. അത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ചെയ്ത ഒരു ബിസിനസ്സായിരുന്നു. ആ കോവിഡ് സമയമായിരുന്നു ആ സമയം. അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് അത് നടന്നത്. ആ സമയത്ത് കർത്താവ് കണ്ടോ, എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും, ഒരു വാതിൽ തുറക്കും. അങ്ങനെ വാതിൽ തുറന്നു കൊടുത്ത് കർത്താവ് നന്ദി പറയാം. സന്തോഷം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച്. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതം ഞാൻ ചെയ്തയില്ലയോ? ചെങ്കടലിനും വഴി തുറക്കാൻ ഞാനിന്ന് ശക്തനല്ലയോ? ചെങ്കടലിനും വഴി തുറക്കാൻ ഞാനിന്ന് ശക്തനല്ലയോ? Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. Hallelujah. 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 ഒരു കുടുംബത്തിന് കർത്താവ് കൊടുത്ത വലിയൊരു അനുഗ്രഹം എപ്രകാരമാണെന്ന് നോക്കിക്കേ. അവർ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് അവർ പ്രാർത്ഥനയിൽ ഒന്നിച്ചു. കുടുംബം മുഴുവൻ, ഒറ്റയ്ക്കല്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുട്ടുകുത്തി നിന്ന് കുരിശിൻ്റെ വഴിയെ ചൊല്ലി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒപ്പം അഭിഷേകാഗ്നി കണ്ട് അവരുടെ സങ്കടങ്ങളെല്ലാം ദിവികാരണനാഥൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് കുറച്ച് സമയം വചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: വിലക്കപ്പെട്ട കനി പറിക്കരുത്. പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ അനുസരിക്കണം, ദൈവകൽപ്പനകൾ അനുസരിക്കണം. അതുപോലെ നാം ഒരു രാജ്യത്ത് വസിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് ഏദൻ തോട്ടം നിർമ്മിച്ച് അവിടെ മനുഷ്യരെ സൃഷ്ടിച്ച് അതിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്: നിനക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൽ നിന്ന് കനികൾ പറിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നീ കനി പറിക്കരുത്. അതൊരേ ഒരു നിയമം. എന്നാൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹവ്വായെ പ്രലോഭിപ്പിച്ച് ഈ പഴം പറിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം: എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ പറഞ്ഞു, നീ മരിക്കുകയില്ല, നിന്റെ കണ്ണ് തുറക്കും എന്നാണ് പറഞ്ഞത്. നിന്റെ കണ്ണ് തുറക്കും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ ലിഖിതം, അത് തിന്നുന്ന ദിവസം നിന്റെ കണ്ണ് തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് നിങ്ങളോടത് പറിക്കരുതെന്ന് ദൈവം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സാത്താൻ്റെ വാക്ക് കേട്ട് എന്ത് ചെയ്തു? ഹൗവ ആ കനി പറിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ പല നിയമങ്ങളുണ്ട്. ഇത് മദ്യപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, സ്വയംഭോഗം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്രൂരത ചെയ്യരുത്, വഞ്ചന ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മദ്യവും മയക്കുമരുന്ന് വെക്കരുത്, അത് കൊടുക്കരുത്. ഇതെല്ലാം നിയമങ്ങളാണ്. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നാം ഓരോരുത്തരുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കനി പറിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? പിന്നെ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ മാറിപ്പോകും. പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൈവത്തെ വിളിക്കാൻ പറ്റില്ല, ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് എല്ലാ സായങ്കാലവും അവർ നടക്കുമായിരുന്നു, ദൈവവും മനുഷ്യരും, ആദവും. എന്നാൽ ആ സായങ്കാലം ദൈവം ഇറങ്ങി വന്നപ്പോൾ അവരെ കണ്ടില്ല. വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ ലിഖിതം, വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ഇന്ന് പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാതെ നാം എല്ലാം മാറി മാറി പ്രാർത്ഥനയില്ല, പള്ളി വേണ്ട, കുർബാന വേണ്ട, വചനം വേണ്ട എന്ന് പറഞ്ഞ് ദൈവജനം ദൈവത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിലക്കപ്പെട്ട കനികൾ നിങ്ങൾ ഓരോരുത്തരും ഏതെങ്കിലും സാഹചര്യത്തിൽ പറിച്ചു. ഏത് കനിയാണ് പറിച്ചതെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ദൈവമായ കർത്താവ് മനുഷ്യനെ കാണാത്തപ്പോൾ അപ്പോൾ അവരെ വിളിക്കുകയാണ്, ആദം നീ എവിടെ? അവർ മിണ്ടിയില്ല. അവൻ പുരുഷനെ ഉച്ചത്തിൽ വിളിക്കും. ഉൽപ്പത്തി പുസ്തകം 3:9 അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോഴെന്താ അവൻ മറുപടി പറഞ്ഞത്? ഉൽപ്പത്തി 3:10 അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായത് കൊണ്ട് ഭയന്ന് വിളിച്ചതാണ്. ഉൽപ്പത്തി 3:11 നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന് വാക്കുകളില്ല, അവന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ദൈവമായ കർത്താവ് അപ്പോൾ തന്നെ പറയുകയാണ്, ഉൽപ്പത്തി 3:17 ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും ദൈവജനം തകർന്ന് നശിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം വിലക്കപ്പെട്ട കനികൾ നീ പറിച്ചത് കൊണ്ടാണ്. വിലക്കപ്പെട്ട കനികൾ പറിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ശൂന്യനായി തീരും. എഫെസോസ്യരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 6-ാമത്തെ ലിഖിതം, ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ, ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം നിബദിക്കുന്നത് ആരുടെ മേലെയാ? അനുസരിക്കാത്തവരുടെ മേൽ. ഈ ലോകത്തിൽ തൻ്റേതായ രീതിയിൽ ദൈവത്തിനോ മനുഷ്യർക്കോ വിധേയപ്പെടാതെ, ദൈവകൽപ്പനകൾക്കും ദൈവവചനത്തിനും വിധേയപ്പെടാതെ സ്വന്തം തീരുമാനത്തിൽ താൻപോരിമഭാവത്തിൽ ജീവിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ ക്രോധം വന്ന് വീഴുന്നത്, അല്ലേ? ഒരു ക്രോധവും ആദത്തിനോടും ഹവ്വായോടും ദൈവത്തിന് ഒരു പകയോ പ്രതികാരവും ഉണ്ടായിരുന്നില്ല. കോപത്തിനൊരു ലാഞ്ചന പോലുമില്ല. പിന്നെ എന്തുകൊണ്ട് ദൈവം കോപിച്ചു? ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞ കൽപ്പന അവർ ലംഘിച്ചു. വിലക്കപ്പെട്ട കനി അവർ പറിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ സാത്താൻ്റെ അതിപ്രസരമാണ്. ദൈവകൽപ്പനകൾ ലംഘിക്കാനും ദൈവത്തെ മറന്ന് ജീവിക്കാനും അവൻ നിന്നെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാം കാട്ടുമുന്തിരിയായി തീരും. ജെറമ്യാ പ്രവചനത്തിൽ 2-ാം അധ്യായം 21-ാമത്തെ ലിഖിതം, ജെറമ്യാ പ്രവചനം 2:21 തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച്
കാട്ടുമുന്തിരിയായി തീർന്നു. അപ്പം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പളുങ്ക പാത്രം പോലെ വിശുദ്ധിയുള്ളവരായിട്ടാണ് നമ്മൾ സൃഷ്ടിച്ചത്. പിന്നെ എന്തുകൊണ്ട് നാം നശിച്ചു പോകുന്നു? കുടുംബം തകരുന്നു, വ്യക്തികൾ തകരുന്നു, ദേശങ്ങൾ തകരുന്നു, ഇടവക തകരുന്നു. എന്തുകൊണ്ടാ? തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും എന്ത് ചെയ്തു? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവം സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് അയച്ച നാം നമ്മളുടെ ഇഷ്ടത്തിന് കനികൾ പറിച്ചു, വിലക്കപ്പെട്ട കനികൾ പറിച്ചു. അപ്പോൾ കാട്ടുമുന്തിരിയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത് പറയുമ്പോൾ ഒരു വിശുദ്ധൻ്റെ കാര്യം ഓർക്കുകയാണ്. ഉക്രൈനിലെ ക്രൂ എന്ന സ്ഥലത്താണ് ഈ വിശുദ്ധൻ ജനിച്ചത്. 11-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നിക്കിത്താസ് എന്നാണ് ആ കൊച്ചിൻ്റെ പേര്, നിക്കിത്താസ്. ചെറുപ്പത്തിൽ തന്നെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്യാസം ആശ്ലേഷിക്കുകയാണ്. അങ്ങനെ അവനൊരു മോണസ്ട്രിയിൽ ചേരും. മോണസ്ട്രിയിൽ ചേർന്ന് ആ നൊവിഷ്യറ്റ് പൂർത്തിയാക്കി അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഒരു നവസന്യാസിയായി. ഫൈനൽ പ്രൊഫഷൻ, നിത്യവ്രതം എടുത്തിട്ടില്ല. നവസന്യാസി ആകുന്ന സമയത്ത് അവൻ്റെ ആബട്ടിൻ്റെ അടുത്ത് എന്ന് പറയാണ്, എനിക്ക് സ്പെഷ്യലായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം, ഒരു ഗുഹയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ആബട്ട് പറഞ്ഞു, മകനെ, നീ ചെറുപ്പമാണ്, ഇപ്പോൾ നീ ഈ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ഒരു പക്വതയായിട്ടില്ല. അതുകൊണ്ട് നീ മറ്റ് സന്യാസിമാരുടെ കൂടി നീ പ്രാർത്ഥിച്ച് കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകുമ്പോൾ പ്രിയപ്പെട്ട മകനെ, നിനക്ക് അനുസരണത്തിൻ്റെ കിരീടം ദൈവം തരും. അപ്പോൾ ആ കൊച്ചു സന്യാസി ആവട്ടനോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ തരുന്ന പ്രേരണ എന്നോട് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കാനാണ്, എനിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ആ കൊച്ചു സന്യാസി ഒരു ഗുഹയിലേക്ക് ആപട്ടനോട് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു ഗുഹയിൽ പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ആദ്യമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സുഗന്ധം വരുന്നു, വലിയ അഭിഷേകമൊക്കെ അദ്ദേഹം തോന്നണം. അവൻ നിർത്താതെ പ്രാർത്ഥന, ഉപവാസം, ത്യാഗം, പരിത്യാഗം അങ്ങനെ ആ ഗുഹയിൽ ചെയ്തുകൊണ്ടിരുന്നു. കുറേ ദിവസങ്ങൾ നാളുകൾ കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറൊരാൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വരം കേൾക്കുകയാണ്. അപ്പോൾ അവന് സന്തോഷമായി, അവന് ഭയങ്കര സന്തോഷം. ഇതാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ദൈവദൂതൻ ഇറങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ അഹങ്കാരിയായി, അവൻ താൻപര്യമായി, അവൻ അഹങ്കാരത്തോടെ എൻ്റെ കൂടെ ദൈവം ഇതാ പ്രാർത്ഥിക്കാൻ ആളെ വിട്ടിരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവദൂതനല്ലായിരുന്നു, ഒരു പിശാചായിരുന്നു. മാലാഖയാണെന്ന് വിചാരിച്ചു, എന്നാൽ പിശാചായിരുന്നു. പിശാച് അവനെ പിന്നെ നയിക്കാൻ തുടങ്ങി. പിശാച് കുറേ കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ രാവും പകലും പ്രാർത്ഥിക്കേണ്ട, നീ ഇങ്ങനെ പ്രാശ്ചിത്യം ചെയ്യേണ്ട, നീ ഉപവാസം എടുക്കേണ്ട, നീ എന്ത് ചെയ്യണം, നീ ഇനി ചെയ്യണം. ഇപ്പം നീ ഒത്തിരി പ്രാർത്ഥിച്ച് അഭിഷേകത്തിലായി, ഇനി ലോകത്തിലെ കുറേ കാര്യങ്ങൾ പഠിക്കണം, അറിവ് വേണം, അറിവുണ്ടെങ്കിലേ ഒരു സന്യാസിക്ക് വിലയുള്ളൂ. അങ്ങനെ അവൻ എന്ത് ചെയ്തു? അങ്ങനെ അറിവിന് വേണ്ടി ഓടി. അവൻ പിന്നെ അഹങ്കാരിയായി. അവിടെ നിന്ന് മറ്റ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അതുപോലെ ബൈബിളിലെ ചില കാര്യങ്ങൾ മാത്രം വായിച്ചാൽ മതി എന്ന് ഈ പിശാച് പറഞ്ഞു കൊടുത്തു. ചില പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ മതി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? പിന്നീട് അവൻ പ്രാർത്ഥന കുറഞ്ഞു, ഉപവാസം കുറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നല്ല ആപട്ടും മറ്റ് സഹോദരന്മാരും എന്ത് ചെയ്തു? മറ്റ് സന്യാസിമാരും ഇവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ കുറേ കഴിഞ്ഞപ്പോൾ തകർന്ന തരിപ്പണമായി എല്ലാം നശിച്ച് അവൻ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റാതെ ഈ ജഡത്തിൻ്റെ തട്ടിൽ സകല പാപങ്ങളിൽ വീണ് ആ ഗുഹയിൽ ഇങ്ങനെ നിരാശനായിരിക്കുമ്പോൾ ആപട്ട് ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അപ്പോൾ അവനൊന്നും ഓർമ്മയില്ല. അവൻ ബൈബിൾ ഓർമ്മയില്ല, പ്രാർത്ഥന ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഒരു ജപമാല പോലും ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ സാത്താൻ അവനെ മറച്ചു കളഞ്ഞു. അവന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നീട് അവനെ കുറേ നാളുകൾ ഈ ആപട്ടും സന്യാസിമാരും അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ അവൻ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അവൻ പറിച്ച കനികളെല്ലാം ഉപേക്ഷിച്ച് അവൻ ദൈവത്തെങ്കിലും തിരിച്ചു വന്നു. പിന്നീട് അവൻ പ്രാർത്ഥനയിലേക്ക് വന്നു. ആപട്ടിനനുസരിച്ച് കർത്താവ് പറയുന്ന വഴിക്ക് തന്നെ യാത്ര ചെയ്തു. അങ്ങനെ പിന്നീട് അവനിലൂടെ ധാരാളം അഭിഷേകം ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ കൊച്ചു സന്യാസി മരിച്ചു. അവനൊരു വിശുദ്ധനായി തീർന്നു. ആ വിശുദ്ധനാണ് വിശുദ്ധ നിക്കിത്താസ്, ക്രൂവിലെ വിശുദ്ധ നിക്കിത്താസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഓരോരുത്തരോടും ഓരോ ജീവവും തരുമ്പോൾ അവിടെ നമുക്ക് ചില നിയമങ്ങളും കൽപ്പനകളും ഉണ്ട്. അതനുസരിച്ച് പോയാൽ നമുക്ക് വിശുദ്ധിയും കൃപയും.
നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം, ജീവിതത്തിന് അനുഗ്രഹം. യേശയ്യാ പ്രവചനത്തിൽ 8-ാം അധ്യായം 15-ാമത്തെ ലിഖിതം, അനേകർ അതിന്മേൽ തട്ടി വീണു തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയാ. അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തട്ടി വീഴും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് വിലക്കപ്പെട്ട കനികൾ പറിച്ചു നടന്നാൽ നമ്മൾ തട്ടി വീഴും, പിന്നെ നമ്മൾ പിടിക്കപ്പെടും, നശിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോ മിശിഹ ശിഷ്യനോട് പറഞ്ഞത് ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, അവൻ ശിഷ്യരോട് പറഞ്ഞു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരു മൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. അപ്പോൾ ഈ ലോകത്തിൽ ഒരാൾ കുടുംബജീവിതം നയിക്കുമ്പോൾ, സന്യാസ ജീവിതം നയിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ അവനെ പ്രലോഭിപ്പിക്കാൻ ധാരാളം പേരുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അത് ചെയ്തോ. വിലക്കപ്പെട്ട കനികൾ പറിച്ചു തിന്നാൻ നമ്മളെ ചിലപ്പോൾ പ്രേരിപ്പിക്കും. അത് സാരമില്ല, ഇതൊരു ദിവസമല്ലേ, 2 ദിവസമല്ലേ, എല്ലായ്പ്പോഴും ഞാൻ ചെയ്യുന്നില്ലേ, നീ കുറേ പ്രാർത്ഥിച്ചില്ലേ, ഇനി പ്രാർത്ഥിക്കേണ്ട, നീ കുറേ വിശുദ്ധ പങ്കുചേർന്നില്ല, ഇനി കുർബാനയിൽ പങ്കുചേരണ്ട, ഇങ്ങനെയൊക്കെ പലരും ഉപദേശിക്കാനുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അവരുടെ പ്രേരണയ്ക്ക് നീ വശപ്പെടരുത്, അവരുടെ പ്രേരണയ്ക്ക് നീ ചെവി കൊടുക്കരുത്, അവരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കരുത്. എന്ത് ചെയ്യണം? ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും നീ പാലിക്കുക. വിലക്കപ്പെട്ടതാണെങ്കിൽ അത് നീ ചെയ്യരുത്. നീയും നിന്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് പറഞ്ഞ വഴിയെ യാത്ര ചെയ്യുക, അതിനെ മുറുകെ പിടിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ആരാധന പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, മരിക്കുന്നോടം വരെയും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചും വിലക്കപ്പെട്ടത് ചെയ്യാതെ കർത്താവ് പറഞ്ഞത് മാത്രം ചെയ്യാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും വിശദീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കുറവുകളും ബലഹീനതകളൊക്കെ നമുക്കുണ്ടാകാം, എന്നാൽ അപ്പോൾ നമ്മൾ ഓടി ദൈവത്തിങ്കിലേക്ക് വരണം. കർത്താവിന് സന്നിധിയിൽ ഒരിക്കലും അകന്നു പോകരുത്, മാറി ഒളിക്കരുത്. കർത്താവെ, തെറ്റിപ്പോയി എന്ന് അവിടുത്തെ ഏറ്റു പറയാൻ നമ്മൾ കഴിയണം. തെറ്റിപ്പോയെന്ന് അവിടുത്തോട് പറയാൻ നമുക്ക് കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഒപ്പം നിങ്ങളുടെ രോഗങ്ങളും പീഡകളും അസ്വസ്ഥതകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും എല്ലാം സമർപ്പിക്കാം. നിങ്ങളെല്ലാം നിയോഗങ്ങളും സമർപ്പിക്കാം. ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിശദീകരിച്ച് അവിടുത്തെ മക്കളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ, വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ, പൂർണ്ണമായി പവിത്ര